ഹേയ് ഗൈസ്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഫ്ലഡ് ഗേറ്റും ഗെയ്സറും നിങ്ങളുടെ സെർവറിൽ സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. അപ്പം എല്ലാവർക്കും ഗെയ്സറും ഫ്ലഡ് ഗേറ്റും പ്ലഗിൻസിൽ ഫയൽസ് കൊണ്ടുപോയിടാൻ അറിയാം. ബട്ട് അതെങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്നറിയില്ല. അത് കാരണം തന്നെ ആർക്കും ബെറ്റർ പ്ലേസിന് ആർക്കും കയറാൻ പറ്റുന്നില്ല. പകുതി പേർക്കും അങ്ങനെ തന്നെയാണ്. അതിനുവേണ്ടി നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് പ്ലഗിൻസിൽ ഫ്ലഡ് ഗേറ്റിൻ്റെ ജാറും ഗെയ്സറിൻ്റെ ജാറും എടുക്കുക. അപ്പോൾ അത് എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടൊന്ന് നിങ്ങൾ സെർവർ റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനിയാണ് കോൺഫിഗിൻ്റെ സെറ്റപ്പ് വരുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നിങ്ങൾ എടുക്കേണ്ടതാണ് ഗെയ്സറിൻ്റെ സ്പിഗോട്ടിൻ്റെ ഫോൾഡർ കണ്ടുപിടിച്ചിട്ട് അതെടുത്തിട്ട് config.yml എടുക്കണം. അതിൽ നിങ്ങൾക്ക് 22ാമത്തെ ലൈനിൽ കാണാൻ പറ്റും ഒരു പോർട്ട് എന്നുള്ളത്. അത് നിങ്ങളെ സെർവറിൻ്റെ പോർട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെത് വരുന്നത് 25565 ആണ്. നിങ്ങൾക്ക് എന്താണോ അതവിടെ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ 32ാമത്തെ ലൈനിൽ ഒരു ഓത്ത് ടൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ഓത്ത് ടൈപ്പ് അത് നിങ്ങൾ ഓൺലൈനിലുള്ളത് മാറ്റിയിട്ട് ഫ്ലഡ് ഗേറ്റ് എന്നാക്കാം. ഫ്ലഡ് ഗേറ്റ് എന്നാക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മളെ ഗെയ്സറിൻ്റെ config.yml കറക്റ്റായി, ഗെയ്സർ സെറ്റപ്പായി. ഇനിയുള്ളതാണ് ഫ്ലഡ് ഗേറ്റ്. ഫ്ലഡ് ഗേറ്റിൽ config.yml എടുക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയാൽ മതി ഫ്ലഡ് ഗേറ്റിൻ്റെ കോൺഫിഗ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ചില സർവേഴ്സ് കയറുമ്പോൾ ബെറ്റർ പ്ലേസിന് മുന്നിൽ ചില സർവേഴ്സിൽ അത് ഡോട്ടായിരിക്കാം, ചില സർവേഴ്സിൽ അതൊരു അണ്ടർസ്കോർ ആയിരിക്കാം. അണ്ടർസ്കോറാണ് ഏറ്റവും നല്ലത്. ഒരു പ്രീമിയം ടച്ചൊക്കെ കിട്ടും. ഡിഫാൾട്ടായിട്ട് വരുന്നത് ഫ്ലഡ് ഗേറ്റിന് ഡിഫാൾട്ടായി വന്നത് ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഡോട്ടാണ്. അപ്പോൾ രണ്ടിൻ്റെ കോൺഫിഗ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബെറ്റർ പ്ലേസിനും കയറാം, ജാവ പ്ലേസിനും കയറാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.